അതുപോലെ അസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ച് അസ്രായേൽ വരും, എന്നിട്ട് മരിക്കുന്ന ആളെ എങ്ങനെ മരിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ഊർജത്തിന്റെ വരവാണ്. പ്രകാശത്തിന്റെ വാഹകർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതായത് പ്രകാശത്തിന് ഇവിടെ ശാസ്ത്രീയമായി നോക്കിയാൽ പോലും പ്രകാശത്തിന് നിശ്ചയിക്കപ്പെടുന്ന ലിമിറ്റുകളുണ്ട്. പ്രകാശവേഗം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുക. എന്നാൽ ജിബ്രീൽ അലൈഹി വസ്സലാം 23 വർഷങ്ങൾക്കിടയിൽ എത്ര തവണയാണ് നബിയുടെ അടുക്കൽ വന്നത്? ഇയാളിപ്പോൾ ലോജിക്ക് വെച്ച് പോലും ഒരിക്കലും 23 വർഷങ്ങൾക്കിടയിൽ അത്രയേറെ 7 ആകാശ അപ്പുറത്ത് നിന്ന് വന്ന് ഭൂമിയിലേക്ക് വന്ന് നബിയെ കണ്ടു പോകാൻ മാത്രമുള്ള ആ ഒരു സമയം ഒരിക്കലും ഇല്ല. അല്ലാഹു തആല മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്കുകൾക്ക് 3 വീതം ചിറകുകൾ, 2 വീതം ചിറകുകൾ, 4 വീതം ചിറകുകളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സാധാരണ പ്രകാശത്തിന് ചിറകുണ്ടാകുമെന്ന് വെച്ചാലോ ഹദീസ് മുമ്പേക്ക് അതൊന്നും സ്വീകാര്യമല്ല. അത് ഒറ്റവാക്യം പിഴന്നാകെ തള്ളിക്കളഞ്ഞ് വിട്ടുപോയി. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പരാമർശമാണത്. മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിലെ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്നൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പോൾ ഹദീസുകളിൽ, ഖുർആനിൽ, പ്രമാണങ്ങളിൽ എന്താണോ സ്ഥിരപ്പെട്ടത് അത് അതേപടി വിശ്വസിക്കുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ ഒരു വിഷയത്തിൽ നിലപാടായി പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളെ അത് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു CH മുസ്തഫയുടെ മലക്കു ഗവേഷണമാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന. ഒരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഊർജത്തിന്റെ വാഹകരായിട്ടുള്ള ആളുകളാണ് മാലാഖമാർ എന്ന് പറയുന്നത്. അപ്പോൾ മാലാഖമാർ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം അനുസരിച്ച് ഒരു വ്യക്തി എന്നുള്ള തലത്തിലല്ല. മുഹമ്മദ് നബിക്ക് മുൻപിൽ ജിബ്രീൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മുഹമ്മദ് നബിക്ക് മുമ്പിൽ ഒരാൾ വന്നു നിന്നു, ആ ആള് വന്നിട്ട് മുഹമ്മദ് നബിയോട് ഇത്ര എന്ന് പറഞ്ഞു, അപ്പൊ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജിബ്രീൽ ഇങ്ങനെ അടച്ചുകൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വ്യക്തി ഉള്ളതായിട്ടാണ് സങ്കല്പിക്കുക. അപ്പൊ ജിബ്രീൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. അതുപോലെ അസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ച് അസ്രായേൽ വരും, മരിക്കുന്ന ആളെ എങ്ങനെ മരിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ഊർജത്തിന്റെ വരവാണ്. ഫൈസൽ മലിക് കണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പ്രമാണങ്ങളിൽ നിന്നും ഒളിച്ചോടി ആധുനികമായ ഒരു വിശദീകരണം, ശാസ്ത്രത്തിൻ്റെ പിൻബലം കൊടുത്തുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ്. ഇത് നമുക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത്? വല്ലാത്ത സഹതാപമാണ് അദ്ദേഹത്തെ നമുക്ക് തോന്നുന്നത്. ഒരു പ്രമാണങ്ങളെ അതിൻ്റെ ശരിയായ റൂട്ടിൽ നിന്ന് ഒരാൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു നേർചിത്രമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ ഇദ്ദേഹത്തിൽ കാണുന്ന പരിണാമങ്ങൾ. ഒരു 5 വർഷം മുമ്പ് അദ്ദേഹം അംഗീകരിച്ച പല കാര്യങ്ങളും ഇന്ന് അദ്ദേഹത്തിന് അന്ധവിശ്വാസമോ അനാചാരമോ ഒക്കെയായി മാറിക്കഴിഞ്ഞു. ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട എല്ലാത്തിനെയും തൻ്റെ കേവല യുക്തി കൊണ്ട് അളന്നു മുറിച്ച് തനിക്ക് തോന്നുന്നത് അപ്പടി പ്രചരിപ്പിക്കുന്ന രീതിയാണ്. അത് ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടാക്കി സ്വീകരിക്കാം. പക്ഷെ അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് ഇതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് തന്നെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടോ, മലക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല, അതങ്ങനെ പ്രത്യേകമായൊരു ഒരു ജീവിയായി വ്യക്തിയായി കാണേണ്ടതല്ല. അതൊരു പ്രകാശത്തിൻ്റെ ഒരു ഉറവിടമാണ്, പ്രകാശത്തിൻ്റെ വാഹകരാണ് എന്നാണ്. പ്രകാശത്തിൻ്റെ വാഹകർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതായത് പ്രകാശത്തിന് ഇവിടെ ശാസ്ത്രീയമായി നോക്കിയാൽ പോലും പ്രകാശത്തിന് നിശ്ചയിക്കപ്പെടുന്ന ലിമിറ്റുകളുണ്ട്. പ്രകാശവേഗം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുക. പ്രകാശവർഷം അത് അറിയാവുന്ന കാര്യമാണ്. പ്രപഞ്ചം മൊത്തം ഒരു പ്രകാശം ചുറ്റിവരാൻ എടുക്കുന്ന സമയം പ്രകാശവർഷം എന്നറിയപ്പെടുന്ന ഒരു വർഷം. എന്നാൽ ജിബ്രീൽ അലൈഹി വസ്സലാം 23 വർഷങ്ങൾക്കിടയിൽ എത്ര തവണയാണ് നബിയുടെ അടുക്കൽ വന്നത്? ഇയാളിപ്പോൾ ലോജിക്ക് വെച്ച് പോലും ഒരിക്കലും 23 വർഷങ്ങൾക്കിടയിൽ അത്രയേറെ 7 ആകാശ അപ്പുറത്ത് നിന്ന് വന്ന് ഭൂമിയിലേക്ക് വന്ന് നബിയെ കണ്ടു പോകാൻ മാത്രമുള്ള ആ ഒരു സമയം ഒരിക്കലും ഇല്ല. അപ്പോൾ അതല്ല മാത്രമേ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഒരു തുറന്ന മനസ്സോടെ സമീപിച്ചാൽ തന്നെ എത്ര വചനങ്ങളിലാണ് മലക്കളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ കേവലം ഒരു പ്രകാശമായി മാത്രമല്ല പരിചയപ്പെടുത്തപ്പെട്ടത്. സൃഷ്ടിപ്പിൻ്റെ ബേസ് പ്രകാശമാണ് എന്ന് ശരിയാണ്. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം മണ്ണാണ്. ഒരാൾ പറയാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവിയൊന്നുമല്ല, സംസാരിക്കൊന്നുമില്ല, അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് പ്രത്യേകമായ സംസ്കാരമൊന്നുമല്ല, അതൊരു മണ്ണാണ്, മണ്ണിൻ്റെ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം മൗഢ്യമാണോ അതുപോലെ മൗഢ്യമാണ് മലക്കളുടെ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളും. സൂറത്ത് ഫാത്തിർ അല്ലാഹു തആല പറഞ്ഞു, ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തി മസ്ന വസുലാസ വറുബാഅ യസീദു ഫിൽ ഖൽഖി മാ യശാ. അല്ലാഹു തആല മലക്കളെ ദൂതന്മാരായി നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്കുകൾക്ക് 3 വീതം ചിറകുകൾ, 2 വീതം ചിറകുകൾ, 4 വീതം ചിറകുകളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ,
റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാത്ത സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സാധാരണ പ്രകാശത്തിന് ചിറകുണ്ടാകുമെന്ന് വെച്ചാലോ ഹദീസ് മുമ്പോഴേക്ക് അതൊന്നും സ്വീകാര്യമല്ല. അത് ഒറ്റവാക്യം മുമ്പോഴൊന്നാകെ തള്ളിക്കളഞ്ഞ് വിട്ടുപോയി. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പരാമർശമാണത്. മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അത് 2 ചിറക് 3 ചിറക് 4 ചിറക് എല്ലാമുള്ള മലക്കളുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് അധികരിപ്പിക്കുകയും ചെയ്യും എന്നും ഖുർആൻ പറഞ്ഞു. അപ്പം 4-അപ്പുറത്തേക്ക് എത്ര ചിറകുണ്ടാകുന്നതിനും പ്രശ്നമില്ലാന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഹദീസിൽ പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടു. വലഹു സിത്തു മിഅത്തി ജനാഹിൻ, 600 ചിറകുള്ള അവസ്ഥയിലാണ് ജിബ്രീലിനെ കണ്ടത് എന്ന് പറയുന്നുണ്ട്. സദ്ദൽ ഉഫുഖ്, ചക്രവാളം ഒന്നാകെ മറക്കുന്ന വിധമുള്ള വലിയ രൂപത്തിൽ ജിബ്രീലിനെ ഞാൻ കണ്ടുവെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു വ്യക്തിയായി മലക്കൾ എന്ന സമൂഹമായി ഒക്കെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. റബ്ബിനെ കൽപ്പന ശിരസാ വഹിക്കുന്നവരാണ് അവർ. ഇബാദും മുക്രമൂൻ, അവർ വളരെ മാന്യന്മാരായ അടിമകളാണ് അവർ എന്ന് പറഞ്ഞു. കേവലം പ്രകാശമല്ല, ഇബാദ് അടിമകളാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ അതിഥികളായി മനുഷ്യരൂപത്തിൽ വന്നതിനെപ്പറ്റി ഖുർആൻ തന്നെ പരാമർശിച്ചത്. ഹദീസ് പോലുമല്ല, ഹദീസ് വിശദാംശങ്ങളുണ്ട്. ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ്. അപ്പോൾ പ്രകാശം മനുഷ്യരൂപത്തിൽ വരുമോ എന്ന് ന്യായമാണ് ഇദ്ദേഹത്തിന് പറയുക. ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിൽ വരുന്നതാണ് ചെറുപ്പക്കാരായ സുന്ദരന്മാരായ ആളുടെ രൂപത്തിൽ വരികയും ആ സമൂഹം അവിടെ കയറി വരികയും അവരെ കൊണ്ട് മോശമായ വിചാരം വെച്ച് കൊടുത്തുകയും ചെയ്തതുവരെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മലക്കുകളുടെ ആഗമനം പറയുന്നുണ്ട്. ബദറിൽ 5000 മലക്കുകൾ ഇറങ്ങിയതിനെപ്പറ്റി പറയുന്നുണ്ട്. കേവലം പ്രകാശത്തിൻ്റെ സഞ്ചാരമാണെങ്കിൽ അതിനെന്തു അർത്ഥമാണുള്ളത്? മരണസമയത്ത് മലക്കുകളുടെ വരവിനെപ്പറ്റി വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ അത് പരിഹസിക്കുന്നുണ്ട്. മരണസമയത്ത് അങ്ങനെ പ്രത്യേകമായ ഒരാൾ വന്നിട്ട് റൂഹിനെ പിടിക്കുന്നല്ല, അതൊരു പ്രകാശത്തിൻ്റെ ഒരു പ്രയാണമാണ് എന്നൊക്കെ രൂപത്തിൽ അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, മുഖത്തടിക്കും പിൻഭാഗത്തടിക്കും അഖ്രിജു അംഫുസക്കും, നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്ക് എടുക്കുമെന്ന് പറയും തുടങ്ങിയ ധാരാളം പരാമർശങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ കാണാം. ഇതൊക്കെ അയാൾ പറയാം ഹദീസിൽ അങ്ങനെ പറഞ്ഞു പോകുന്നു. ഹദീസിൽ മാത്രമല്ല ഖുർആനിൽ തന്നെ ഈ പരാമർശങ്ങളെല്ലാം പറയുന്നുണ്ട്. മലക്കളുടെ അവതരണം, അവരുടെ ആഗമനം ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു. മലക്കൾ തനസ്സുൽ, അവരുടെ ഇറക്കം, അവതരണം. തനസ്സുൽ മലായികത്തു വറൂഹു ഫീഹ, മലക്കൾ അവതരിക്കും എന്ന് പറഞ്ഞു ലൈലത്തുൽ ഖദർ, ഖദർ രാത്രിയിൽ. നബിയുടെ മുമ്പിലുള്ള വരവിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു. നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീനാണ് ഇതുമായി അവതരിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമാനമായ ഒട്ടനവധി പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ മാത്രം മലക്കളുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളെ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് അതുമാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ഇയാൾക്കിത് പറയാൻ കഴിയില്ല. അപ്പോൾ കേവലം ഒരാളുടെ ഒരു പരിമിതമായ യുക്തി മാത്രം അടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആൻ മറച്ചു വെച്ച് സ്വന്തമായ തലത്തിൽ അർത്ഥം വെച്ച് പോവുകയും അറബി ഭാഷയിൽ പോലും പ്രാവീണ്യമില്ലാതെ, മലയാള ഭാഷയിൽ പോലും പ്രാവീണ്യമില്ലാതെ, മതം പഠിക്കാതെ, ശാസ്ത്രവും പഠിക്കാതെ കേവലമായ യുക്തിയെ മാത്രം ബേസാക്കിക്കൊണ്ട് ഖുർആൻ തിരക്കുന്ന അർത്ഥം വെച്ച് പോയാൽ ഇതും ഇതിനപ്പുറവുമൊക്കെ ഒരാൾ പറയേണ്ടി വരും. സ്വാഭാവികമാണ്. ഇവിടെ ചേകനൂർ മൗലവി എന്തെല്ലാം പറഞ്ഞു? ആദ്യം പറഞ്ഞ നിസ്കാരം 3 വക്ത് മതി, പിന്നെ അതും നിർബന്ധമില്ല എന്നിടത്തേക്ക് അയാൾ എത്തി. റമദാൻ നോമ്പ് 1 മാസമൊന്നും വേണ്ട, ഏതാനും ദിവസങ്ങൾ മതി എന്ന് പറഞ്ഞു. 3 വിവാഹം കഴിച്ച അദ്ദേഹം ബഹുഭാര്യത്വം നിരോധിക്കണമെന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പിന്നീട് വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹജ്ജ് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹജ്ജിനെ അങ്ങേറ്റം പരിഹസിച്ചുകൊണ്ട് ചേകനൂർ മൗലവി രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പലരും വന്നു. CN അഹമ്മദ് മൗലവി വന്നു. കറാമത്തുകളെ മുഅ്ജിസത്തുകളെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിലും പിന്നീട് അവസാനം ഹദീസ് മൊത്തം നിഷേധിക്കുന്ന, ഖുർആൻ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. ചേകനൂർ മൗലവി അവസാന കാലത്ത് സർവ്വമത സത്യവാദം തുടർന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എത്തി. ഇപ്പോൾ ഇദ്ദേഹം അതേ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസുകൾ വേണ്ട എന്ന് പറയുന്ന അസുഖം അതൊരു വലിയ അസുഖത്തിൻ്റെ തുടക്കമാണ്. സാധാരണ നമ്മൾ പറയുമല്ലോ, ഇവിടെ ചെറിയ വേദന ഉണ്ടായാൽ അത് ഹാർട്ടിനെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അടയാളമാണ്. എന്നാൽ ചില വേദനകൾ ക്യാൻസറിൻ്റെ തുടക്കമായിട്ടാണ് പിന്നീട് അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ക്യാൻസർ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ തകർക്കുന്ന, ഈമാൻ കാര്യം തകർക്കുന്ന, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ നിമിത്തമാകുന്ന ഒരു വലിയ ഒരു രോഗം. ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഹദീസുകളിൽ സംശയമുണ്ടാക്കുക, സ്വഹാബിമാരെക്കുറിച്ച് മോശമായി പറയുക, അഹ്ലുസുന്നയുടെ മുൻഗാമികളെ ഇമാമികളെക്കുറിച്ച് മോശം പറയുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വലിയ രോഗത്തിൻ്റെ തുടക്കമായി, ലക്ഷണമായി കണക്കാക്കാം. ആ ലക്ഷണമുള്ളവരുടെയൊക്കെ അവസാനം അവരുടെ പരിണിതി
ഏതാണ്ട് ഇതേ തരത്തിലാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അത് തന്നെയാണ് ഇയാളുടെ വിഷയത്തിൽ ആവർത്തിക്കുന്നത് എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം. ഷാഫി അൽക്കമി, നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് അഹ്ലുൽ സുന്നയുടെ നിലപാടെന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇപ്പോൾ മലക്കുകൾ എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച് വളരെ കൃത്യമായി ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിൻ്റെ പണ്ഡിതന്മാർ കൃത്യമായി ഗ്രന്ഥങ്ങളിലൂടെ എങ്ങനെയാണ് മലക്കുകളിൽ വിശ്വസിക്കേണ്ടത്, ആരാണ് മലക്കുകൾ, അവരുടെ സൃഷ്ടിപ്പ്, അതൊക്കെ വളരെ കൃത്യമായി ഒരു തെളിഞ്ഞ ബുദ്ധിയോടുകൂടി വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. ഒരു അള്ളാഹുവിന് സദാ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടികളാണ്. ഇപ്പോൾ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ടല്ലോ, എന്തിനാണ് സൃഷ്ടിക്കുന്നത്, നഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്, നിന്നെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിന്നെ വാഴ്ത്തുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഏത് സമയവും റബ്ബിനെ ആരാധന നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സൃഷ്ടികൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, അള്ളാഹ് എന്തു പറഞ്ഞോ അത് കേൾക്കുന്ന, അള്ളാഹ്ക്കൊരു അനുസരണക്കേട് കാണിക്കാത്ത ഒരു സൃഷ്ടികൾ. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും അവർ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളത്. ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി വലാ യസ്തഹ്സിറൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് തൊട്ട് അഹങ്കാരത്തോടു കൂടി മാറി നിൽക്കുന്നില്ല, അതേപോലെ തന്നെ മടുപ്പ് വരുന്നില്ല. യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് രാവും പകലും ഒക്കെ റബ്ബിനെ തസ്ബീഹ് ചെയ്യാൻ. ലാ യഫ്തറൂൻ, അതിലൊരു നിലക്കൽ ഒരു നിമിഷം പോലും നിർത്തിവെക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി അള്ളാഹ് പറഞ്ഞത് കേട്ട് അങ്ങനെയുള്ള ഒരു സൃഷ്ടികളായിക്കൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മലക്കുകളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെ ഗ്രന്ഥങ്ങൾ, അഹ്ലുസ് സുന്നയുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് 4 രൂപത്തിൽ മലക്കുകളെ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് അവരുടെ വുജൂദിലാണ്, മലക്കുകളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രകാശം അങ്ങനെ ഒരു ഏതെങ്കിലും രീതിയിലേക്ക് അവതരിപ്പിക്കുകയല്ല, അത് അവരൊരു സൃഷ്ടിയായിക്കൊണ്ട് തന്നെ മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, അങ്ങനെ ഒരു സൃഷ്ടികളായിക്കൊണ്ട് തന്നെ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതാണ് ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത് അവരുടെ പേരുകൾ. ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, ഇങ്ങനെ റിദ്വാൻ അലൈഹിസ്സലാം, ഇങ്ങനെ ഉള്ള മലക്കുകളെ ചില മലക്കുകളുടെ പേര് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പേര് പറയപ്പെടാത്ത ധാരാളം മലക്കുകളുണ്ട്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട് സ്വഹാബത്തിനോട്, ആകാശം ഇങ്ങനെ നെടുവീർപ്പിട്ടു എന്നാണ്. അതെങ്ങനെ നെടുവീർപ്പിടാതിരിക്കും? കാരണം മലക്കുകൾ എന്ത് ചെയ്യുന്നു, റബ്ബിന് സുജൂദ് ചെയ്ത് അതിൻ്റെ ഒരു വെയിറ്റ്, അതിൻ്റെ ഒരു ഭാരം, അത്രയേറെ മലക്കുകൾ, ഒരു 4 വിരൽ വെക്കാൻ ഗ്യാപ്പില്ല, അവിടെ മലക്ക് സുജൂദിലുണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയേറെ മലക്കുകൾ റബ്ബിന് ഇബാദത്തിലാണെന്നാണ്. അപ്പോൾ മലക്കുകൾ ധാരാളമുണ്ട്. അവരുടെ എല്ലാവരുടെ പേരും നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, എന്നാൽ ചിലരുടെ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ പേരുകൾ എന്ത് ചെയ്യണം, അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം എന്നാണ് രണ്ടാമത്തെ ഒരു കാര്യമായി പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം അവരുടെ സിഫത്തുകൾ. ഇപ്പോൾ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചിറകുകൾ, 600 ചിറകുകളോടുകൂടി ജിബ്രീൽ അലൈഹി സ്വലാമയെ കണ്ടു. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതിൽ പിന്നെ നമ്മുടെ ഒരു ബുദ്ധി വെച്ച് അളന്ന് അതങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് അത് തീർത്തും ശരിയല്ല. അപ്പോൾ ഇസ്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രമാണങ്ങളിലൂടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ 600 ചിറകുകളോടെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യരൂപത്തിൽ ഇപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ ദിഹിയ റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാം വരാറുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ് ഹദീസ് ജിബ്രീൽ അല്ലേ. ആ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇഹ്സാനെയും അതുപോലെ തന്നെ ഈമാനിനെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഹദീസിൽ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് അറിയോ ഇപ്പോൾ വന്നത് ആരാണ്? അപ്പോൾ അവർ പറയുന്നത് അറിയില്ല. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഹാദാ ജിബ്രീൽ അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, ഇത് ജിബ്രീലാണ് നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യരൂപത്തിൽ അവർ വരും. ഇവിടെ ഉസ്താദ് തന്നെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇബ്രാഹിം നബിൻ്റെ അടുത്ത് വന്നതും ലൂത്ത് നബിൻ്റെ അടുത്ത് വന്നതും മറിയം ബീവിൻ്റെ അടുത്ത് വന്ന് ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ. ഖുർആൻ തന്നെ അത്തരം കാര്യങ്ങൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ സിഫാത്തുകളിൽ വിശ്വസിക്കുക എന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. നാലാമത്തെ ഒന്ന് അവരുടെ ഡ്യൂട്ടികൾ. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ചതാണ്. മഴ, ഇടി, കാറ്റ്, അതുകൊണ്ട് മീകായിൽ അലൈഹിസ്സലാം, വഹയ് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം, അതേപോലെ തന്നെ റൂഹിനെ പിടിക്കുന്ന ഡ്യൂട്ടി മലക്കുൽ മൗത്തിന്, ഇങ്ങനെയുള്ള സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ചില ഡ്യൂട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മലക്കുകൾക്കുണ്ട്. ആ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സൊഫ് ചേർക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും.
പള്ളിയിലെ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്നൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പോൾ ഹദീസുകളിൽ ഖുർആനിൽ പ്രമാണങ്ങളിൽ എന്താണോ സ്ഥിരപ്പെട്ടത് അത് അതേപടി വിശ്വസിക്കുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ ഒരു വിഷയത്തിൽ നിലപാടായി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേവലമായ യുക്തിയല്ല ദീൻ എന്ന് പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആനും അത് വിശദീകരിച്ച പ്രവാചകൻ്റെ ഹദീസുകളുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.